അടരുവാൻ വയ്യേ എന്നുള്ളതാണ് ചോദ്യം. അടരുവാൻ വയ്യെന്ന് മാത്രമല്ല, അടർത്താനുള്ള നീക്കങ്ങളെല്ലാം പൊളിഞ്ഞടുങ്ങിയൊരു ദിവസമായിരുന്നു ഇത്. യഥാർത്ഥത്തിൽ UDFിൻ്റെ ആ വിസ്മയത്തിൻ്റെ മെഷീൻ താൽക്കാലികമായി ഓഫാക്കുന്നതാണ് നല്ലത്. ആ വിസ്മയ മെഷീൻ ആദ്യം തന്നെ 8 നിലയിൽ പൊട്ടിപ്പോയിരിക്കുന്നു എന്നുള്ള വിവരമാണ്. അതാണ് ഇന്ന് ജോസ് കെ മാണി വന്ന് പറഞ്ഞത്. അതെ, വ്യസന സമേതം അറിയിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി ആ വിസ്മയം ഉണ്ടാക്കുന്ന യന്ത്രം താൽക്കാലികമായി UDF ഓഫാക്കുന്നതായിരിക്കും നല്ലത്. 2 കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറയാം. അതിലൊന്ന്, ഇതിൽ അർത്ഥസത്യങ്ങൾ ഉണ്ടായിരുന്നു. ആ അർത്ഥസത്യങ്ങളിൽ എത്രത്തോളമാണ് സത്യം, എത്രത്തോളമാണ് അസത്യം എന്നുള്ളത് തിരിഞ്ഞൊരു ദിവസം കൂടിയാണ്. ജോസ് കെ മാണിയെ പ്രതി, കേരള കോൺഗ്രസിനെ പ്രതി ഉണ്ടായ ചർച്ചകളിൽ. അതിനു മുമ്പ് ഇന്ന് വളരെ ഗംഭീരമായൊരു വാചകമാണ് ജോസ് കെ മാണി പറഞ്ഞത്. ലൂക്കായുടെ 23-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ കുരിശിലേറ്റാൻ കൊണ്ടുപോകുന്ന സമയത്ത് യേശുക്രിസ്തു പിന്തിരിഞ്ഞു നിന്ന് തന്നെ പ്രതി കരയുന്ന ജെറുസലേമിലെ ആളുകളോട് പറയുകയാണ്, ജെറുസലേമിലെ പുത്രിമാരെ, നിങ്ങൾ എന്നെ പ്രതി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയൂ എന്നുള്ളതാണ്. കുരിശിലേറ്റാൻ കൊണ്ടുപോകുന്ന സമയത്താണ് എന്നുള്ളതാണ് അതിലൊരു തമാശ. അതാണ് ഹൈലൈറ്റ്. പിന്നെ പിന്തിരിഞ്ഞ് പറയുമ്പോൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കുറിച്ച് ഓർമ്മിച്ച് നിങ്ങൾ കരഞ്ഞോളൂ എന്നുള്ളതാണ്. സാങ്കേതികമായി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിൽ ജോസ് കെ മാണി LDFിലേക്ക് വന്നിരുന്നെങ്കിൽ, സാങ്കല്പികമാണ്, എന്താ സംഭവിക്കാൻ പോകുന്നത്? UDFിലേക്ക് വന്നിരുന്നെങ്കിൽ LDFിന് എന്താണ് ഇതിനകത്ത് നേട്ടം ഉണ്ടാവാൻ പോകുന്നത്? നോക്കൂ, ജോസ് കെ മാണി UDFിലേക്ക് വന്നാൽ സംഭവിക്കാൻ പോകുന്ന 3 മാറ്റങ്ങൾ. 1, പാലാ മുനിസിപ്പാലിറ്റി LDFിൻ്റെ കയ്യിലിരിക്കും. കാര്യം ബിനു പുളിക്കക്കണ്ടവും ഈ 3 പേരും 3 വോട്ടുകളും LDFിന് അനുകൂലമായിട്ട് തീരും. അപ്പോൾ പാലാ മുനിസിപ്പാലിറ്റി LDFിലേക്ക്. 2, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. ഇന്ന് കടുത്തുരുത്തിയിൽ മോൻസിൻ്റെ വാക്കുകൾ വളരെ ഷാർപ്പായിരുന്നു. ഒരു കാരണവശാലും ജോസ് കെ മാണിയെ ഒരുമിച്ചിരുത്തിക്കൊണ്ട് ജോസഫ് മുന്നോട്ട് പോവില്ല. വളരെ കൃത്യമായി മറിയും. കടുത്തുരുത്തിയും തൊടുപുഴയും LDFിനോടൊപ്പം വരും. ആ സമയത്ത് റോഷി അഗസ്റ്റിൻ, പ്രമോദ്, ഒപ്പം തന്നെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ജയരാജ്. ഇതിൽ റോഷി അഗസ്റ്റിൻ്റെ വിജയമുറപ്പ്, ജയരാജ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഉറപ്പ്. അപ്പോൾ തൊടുപുഴയും കടുത്തുരുത്തിയും ഇടുക്കിയും ഈ പറയുന്ന കാഞ്ഞിരപ്പള്ളിയും 4 MLA സീറ്റുകൾ അവിടെ ഷുവർ ബെൽറ്റാണ്. മാണി സി കാപ്പൻ, ദാറ്റ് ഈസ് എ തേർഡ് എഫക്ട്. മാണി സി കാപ്പൻ മണ്ഡലത്തിൽ പ്രചരണം തുടങ്ങാൻ പോവുകയാണ്. മാണി സി കാപ്പൻ ഒരു കാരണവശാലും പാല വിട്ടുകൊടുത്തൊരു കളിയില്ല. മാണി സി കാപ്പൻ നേരെ LDFിലേക്ക് വരും. അങ്ങനെ വന്നാൽ ഇപ്പോൾ 5 MLA കേരള കോൺഗ്രസ് എമ്മിൻ്റെ വിഭാഗത്തിൽ നിന്നുണ്ട്. ഇനി ജോസ് കെ മാണി പോയാലോ? ജോസ് കെ മാണിയെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്നും 3, പോട്ടെ 2, തൊടുപുഴയും കടുത്തുരുത്തിയും ജോസഫ് വിഭാഗത്തിൽ നിന്ന് വരുന്ന 2, ഒപ്പം തന്നെ മാണി സി കാപ്പൻ്റെ 1, 5 അപ്പോഴും LDFിനൊപ്പം ഉണ്ടാവും. ഈ ഗെയിം യഥാർത്ഥത്തിൽ ആരുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മിനിമം കോമൺ സെൻസിൽ ഇന്ന് തിരുവമ്പാടി പോയപ്പോഴുള്ള വലിയ പ്രതീക്ഷ, ഇന്ന് പാണക്കാട് മാണി സി കാപ്പൻ പോയപ്പോഴുള്ള പ്രതീക്ഷ, മാണി സി കാപ്പനെ തിരുവമ്പാടിയിലേക്ക് അയച്ചുകൊണ്ട് പാലാ സീറ്റ് എടുത്തു കൊടുക്കാനായിരുന്നു തീരുമാനം എന്നുള്ളതാണ്. ഇതൊക്കെ കോൺഗ്രസിൽ നടന്ന ചില നേതാക്കൾക്കിടയിൽ മാത്രം നടന്ന ചർച്ചകളാണ് കേട്ടോ. ഇനി ഇതിലെ സത്യങ്ങളും അർത്ഥസത്യങ്ങളും അസത്യങ്ങളും എന്താണെന്ന് കൂടി ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം ഞാൻ പറയാം. 1, നേരത്തെ സ്മൃതി പറഞ്ഞത് കറക്റ്റാണ്. ചങ്ങനാശ്ശേരി പിതാവിൻ്റെ നേതൃത്വത്തിലാണ്, തറയിൽ പിതാവിൻ്റെ നേതൃത്വത്തിലാണ് ചില അസംതൃപ്തി കേരള കോൺഗ്രസിനെ അറിയിച്ചിരിക്കുന്നത് എന്നുള്ളത് വസ്തുതയാണ്. അതിൽ 2 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. ഭിന്നശേഷി അധ്യാപക നിയമനവും മറ്റൊന്ന് JB കോശി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ ഇത് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഈ 2 വിഷയങ്ങളും നോക്കൂ. JB കോശിയുടെ കാര്യത്തിൽ 280-ൽ 222 നടപ്പിലാക്കി കഴിഞ്ഞു. അതിൻ്റെ കണക്കുകൾ ഇപ്പോൾ കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ JB കോശിയെക്കുറിച്ച് സഭയിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഇല്ല കേട്ടോ. കാര്യങ്ങളിപ്പോൾ P രാജീവ് നേരിട്ടിടപെട്ട് ഇത് സഭാ നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. സിനഡിലടക്കം P രാജീവ് പോയിരുന്നു, കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ JB കോശിയെക്കുറിച്ചുള്ള ചർച്ച സഭയിലില്ല. രണ്ടാമത്തെ കാര്യം, ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട കാര്യം. ഈ സർക്കാർ എന്താ ചെയ്തത്? സുപ്രീം കോടതിയിലേക്ക് പോയത് NSS ആണ്. NSS ഒരു വിധി നേടുന്നു. അത് മറ്റുള്ളവർക്ക് കൂടി ബാധകമാക്കണമെങ്കിൽ സർക്കാർ ഒരു അഫിഡവിറ്റ് കൊടുക്കണം. ആർക്ക് കൊടുക്കണം? സുപ്രീം കോടതിയിൽ കൊടുക്കണം. സർക്കാർ എതിർപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു അഫിഡവിറ്റ് സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ട്. അത് വരണം. അത് വരാതെ ഈ സുപ്രീം കോടതി കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വരത്തക്ക രീതിയിൽ സർക്കാരിന് നീങ്ങാൻ പറ്റൂ. അത് സഭാ നേതൃത്വത്തെ വളരെ ക്ലാരിറ്റിയോടുകൂടി അറിയിച്ചിട്ടുണ്ട്. അതായത് സഭയിലെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട്, ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, സുപ്രീം കോടതിയിലിരിക്കുന്ന വിഷയത്തിൽ സർക്കാർ സഭയ്ക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് വളരെ വ്യക്തമായി നിയമവകുപ്പ് മന്ത്രി തന്നെ അക്കാര്യം ജോസ് കെ മാണിയെ വിളിച്ചറിയിച്ചു. ജോസ് കെ മാണി ഈ വിവരം ചങ്ങനാശ്ശേരിയിലും അറിയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ 2 പ്രശ്നങ്ങളും സാങ്കേതികമായി സഭ ഉയർത്തിയ പ്രശ്നങ്ങളും അവസാനിപ്പിച്ചു കഴിഞ്ഞു. ഇതാണ് അതിലെ സത്യം. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. എന്നാൽ സഭയിൽ ചില ബിഷപ്പുമാർക്ക് ചില വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വിഷമം ഉണ്ടായത് ഇതിൻ്റെ സാങ്കേതിക വിഷയത്തിലല്ല. ശിവൻകുട്ടി മിനിസ്റ്ററുടെ ഒരു പ്രതികരണം സഭയിലെ നേതാക്കൾക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ ഈ സഭാ നേതൃത്വമായ ഏറ്റവും അടുത്ത വൃത്തങ്ങളിൽ നിന്ന് എനിക്ക് ലഭിച്ച വിവരമനുസരിച്ച് 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അതിലൊന്ന്,
ഈ വിരട്ടാൻ നോക്കണ്ട എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മന്ത്രി പറഞ്ഞുപോയി. രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അത് വിമോചന സമരകാലത്തെ പോലെ ഒരു പടയൊരുക്കത്തിനുള്ള നീക്കം എന്ന മറ്റുള്ള വ്യാഖ്യാനമുണ്ട്. ഇത് രണ്ടും ചില സഭാപിതാക്കന്മാരെ വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ വിഷയത്തിൽ ഇപ്പോൾ പൂർണ്ണമായും സഭാ നേതൃത്വം അതിൽ നിന്ന് മാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ നടത്തിയിരിക്കുന്നതാവട്ടെ വി എൻ വാസവനുമാണ്. വളരെ കൃത്യമായി വളരെ പെട്ടെന്ന് 24 മണിക്കൂറിനുള്ളിൽ ഡാമേജ് കൺട്രോൾ എക്സസൈസ് വി എൻ വാസവൻ നടത്തിയിരിക്കുന്നു. ജോസ് കെ മാണി ഒരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പിന് സമയത്ത് സഭ LDF വിട്ടുപോവില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. 2 കാരണങ്ങളാലാണ്. അതിലൊന്ന്, പറഞ്ഞു പോകാൻ ഒരു കാരണം വേണം. ഇനി നിങ്ങൾക്ക് ഭിന്നശേഷി സംവരണത്തിൻ്റെ കാര്യം പറയാൻ പറ്റൂല, ഇനി നിങ്ങൾക്ക് JB കോശിയുടെ കാര്യം പറയാൻ പറ്റൂല, ഇനി വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇന്ന് ജോസ് കെ മാണി അതാണ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത്. ഈ സർക്കാരിൻ്റെ കാലത്ത് കേന്ദ്ര സർക്കാരിൻ്റെ നിയമമാണെങ്കിലും ആ കേന്ദ്ര സർക്കാരിൻ്റെ നിയമത്തെ എതിർത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഒരു നിയമം പാസ്സാക്കിയ സർക്കാരാണ് ഇടതുമുന്നണി സർക്കാർ. ഈ സർക്കാരിൻ്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ വിതരണം ചെയ്തത്. 4,10,000-ലധികം പട്ടയങ്ങൾ വിതരണം ചെയ്തു. മലയോര കർഷകരുടെ 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുടെ കാര്യത്തിലും സർക്കാർ അനുഭാവപൂർവ്വമായ നിലപാട് സ്വീകരിച്ചു. ഇതിനും അപ്പുറം എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? ഇതല്ലേ നിങ്ങൾ എന്താ പറയാൻ പോകുന്നത്? ഭരണം നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് പാർട്ടി മാറാൻ പോകുന്നു എന്നൊരു നിലപാടെടുക്കാൻ പറ്റൂ? LDFിലേക്ക് ഈ പാർട്ടി വന്നത് വ്യക്തമായ രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ലേ? ചവിട്ടിപ്പുറത്താക്കിയപ്പോഴല്ലേ LDF അഭയം കൊടുത്തത്? ആ അഭയം കൊടുത്ത LDFിനെ ഇനി തള്ളി പറഞ്ഞുകൊണ്ട് ജോസ് കെ മാണിക്കോ റോഷി അഗസ്റ്റോ പോകാൻ പറ്റുമോ? മാത്രം റോഷി യഥാർത്ഥത്തിൽ ക്ലാരിറ്റിയുള്ള തീരുമാനമാണ്. റോഷിയുടെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണമികവ് ഈ സർക്കാരിലെ ഏറ്റവും നല്ല മന്ത്രിമാരിൽ ഒരാളായി റോഷി അഗസ്റ്റിനെ അറിയുകയും ഇടുക്കിയിൽ വളരെ അനായാസം വിജയിച്ചു വരാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സാഹചര്യത്തിൽ റോഷിയെ സംബന്ധിച്ച് LDFിൽ നടന്നു പോകുന്നത് ഒരു കാരണവശാലും സാധ്യമാകാത്ത കാര്യമാണ്. അവിടെ റോഷിയെ സംബന്ധിച്ച്, ജയരാജനെ സംബന്ധിച്ച്, പ്രമോദിനെ സംബന്ധിച്ചൊന്നും അതിൽ തർക്കമേ ഇല്ല. പിന്നെ പൂഞ്ഞാറിലും ചങ്ങനാശ്ശേരിയിലുമാണ് ചെറിയ സംശയങ്ങൾ ഉണ്ടായിരുന്നത്. ആ സംശയങ്ങൾ കൂടി ഇന്ന് ചെയർമാൻ്റെ വാക്കുകളോടുകൂടി അത് സ്ഥാനത്തായി മാറിയിരിക്കുന്നു. ഒരുപാട് സാധ്യതകൾ മുന്നിലുണ്ട്. പക്ഷേ ഇപ്പോൾ ജോസ് കെ മാണിക്ക് സ്വീകരിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച രാഷ്ട്രീയ തീരുമാനം ഇതാണ്. മാത്രമല്ല, ഈ UDFിലേക്ക് പോയിട്ട് നിങ്ങൾ ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് രാജിവെക്കേണ്ടി വരൂലേ? രാജ്യസഭാ സീറ്റ് രാജിവെച്ച് പാലായിൽ മാണി സി കാപ്പനോട് മത്സരിച്ച് പരാജയപ്പെടുകയാണെങ്കിൽ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവി എന്താ? അതോടുകൂടി തീർന്നില്ലേ കേരള കോൺഗ്രസ്? അതോടുകൂടി അവസാനിക്കില്ലേ കേരള കോൺഗ്രസ്? എത്തിയില്ല. തിരുവമ്പാടി പോയി ജോസ് കെ മാണിക്ക് മത്സരിക്കാൻ പറ്റുമോ? തിരുവമ്പാടി ജോസ് കെ മാണിയും തമ്മിൽ എന്താ ബന്ധമുള്ളത്? കേരള കോൺഗ്രസിന്റെ ബന്ധത്തിനും അപ്പുറത്തേക്ക്. അപ്പോൾ ചുരുക്കത്തിൽ ജോസ് കെ മാണി ഇന്നെടുത്ത നിലപാടാണ് രാഷ്ട്രീയമായി ശരിയായ തീരുമാനം എന്നുള്ളത് ജോസ് കെ മാണിയുടെയും കേരള കോൺഗ്രസിന്റെയും അണികൾ തന്നെ വിശ്വസിക്കുന്നതാണ്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഈ വിഷയത്തിൽ ഒരു തുടർ ചർച്ചകളേ ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ചാപ്റ്റർ ക്ലോസ്ഡ് എന്നാണ് ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ പറഞ്ഞിരുന്നത്. ആ ചാപ്റ്റർ ക്ലോസ്ഡ് ആണ്. തിരഞ്ഞെടുപ്പ് വരെ ഇനി ആ ചർച്ച ഉണ്ടാവില്ല. കാരണം ക്യാമ്പയിനിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ജോസ് കെ മാണിയും സംഘവും. UDFിനെതിരെ LDFിന്റെ ക്യാമ്പയിനുമായിട്ടാണ് ജോസ് കെ മാണി ഇറങ്ങാൻ പോകുന്നത് കേട്ടോ. LDF തുടരും എന്ന് തന്നെയാണ് ജോസ് കെ മാണി പറയാൻ പോകുന്നത്. മാത്രവുമല്ല, UDFിന്റെ കാലത്തെ പോളിസികളെ എതിർത്തുകൊണ്ട് ജോസ് കെ മാണി ഈ ക്യാമ്പയിനിൽ സംസാരിക്കാൻ പോവുകയാണ്. ഈ 6-ാം തീയതി നടക്കാൻ പോകുന്ന മധ്യമേഖലാ ജാഥയിൽ. അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു അർത്ഥസത്യവും ഒരസത്യവും. നമ്മൾ റിപ്പോർട്ട് ചെയ്ത എന്താ? ജോസ് കെ മാണി ഈ ജാഥയിൽ പൂർണ്ണ സമയം ഉണ്ടാവില്ല. അത് സത്യമാണ് താനും. ജോസ് കെ മാണി ആ വിഷയം ജയരാജനെ ധരിപ്പിച്ചുവെന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തു. അതും സത്യമാണ്. പക്ഷേ അതിനെ വ്യാഖ്യാനിച്ച രീതി എന്താ? ജാഥയിൽ പങ്കെടുക്കാത്തത് കൊണ്ട് ജോസ് കെ മാണി LDFിൽ നിന്ന് പോകുന്നു. അങ്ങനെയല്ല. ജോസ് കെ മാണിക്ക് വ്യക്തിപരമായ കാരണങ്ങൾ ഉള്ളതുകൊണ്ട് 6 ദിവസം ജയരാജൻ സാറിനോട് ചോദിച്ചിരുന്നു, എൻ ജയരാജനോട് ചോദിച്ചിരുന്നു ഈ മധ്യമേഖലാ ജാഥ 6 ദിവസം എനിക്ക് പകരം താങ്കൾ നയിക്കുമോ? അത് നയിക്കും. ഉദ്ഘാടന ദിവസവും ഉണ്ടാവും, സമാപന ദിവസവും ഉണ്ടാവും. 2-3 ദിവസങ്ങളിൽ ജോസ് കെ മാണി ഒപ്പമുണ്ടാവും. ആ ക്യാമ്പയിൻ LDFിന് വേണ്ടിയുള്ള ക്യാമ്പയിനാണ്. LDFിന് വേണ്ടി ജാഥ നയിച്ച് ഈ ബഡ്ജറ്റ് സെഷനിൽ ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതേ കോൺസ്റ്റിറ്റ്യുവൻസികളിലേക്കുള്ള പ്രധാനപ്പെട്ട നേട്ടങ്ങൾ സ്വന്തമാക്കിയതിനു ശേഷം, വിഹിതങ്ങൾ സ്വന്തമാക്കിയതിനു ശേഷം അടുത്ത ഈ ബഡ്ജറ്റ് സെഷൻ അവസാനിക്കാൻ പോകുന്നത് മാർച്ചിലാണ്. അത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും. അത് കഴിഞ്ഞ് ഏപ്രിൽ മാസത്തിൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് മാറാനുള്ള ഒരു സാധ്യതയുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദാറ്റ് ചാപ്റ്റർ റിമെയിൻസ് ക്ലോസ്ഡ്. ഈ മൊമെന്റിൽ, ഈ നിമിഷം സംസാരിക്കുമ്പോൾ എല്ലാ സാധ്യതകളും അടഞ്ഞിരിക്കുന്നു. ഇനി ഒരു വിഷയമില്ല അതിനെക്കുറിച്ച് സംസാരിക്കാൻ. രാഷ്ട്രീയമായ കണക്കുകൂട്ടലുകളിലും ജോസ് കെ മാണി എടുത്ത തീരുമാനമാണ് ശരി. അതുകൊണ്ട് ഇനി ജോസ് കെ മാണിയെ പ്രതിയുള്ള വിസ്മയത്തിൻ്റെ ആ മെഷീൻ അടച്ചുവെക്കുന്നതായിരിക്കും UDFിന് നല്ലത്. ഐഷ പോറ്റിയുടെ കാര്യം കൂടി പറഞ്ഞു പോകണം കേട്ടോ. ഓരോ ജില്ലയിലും ഓരോ വിസ്മയം എന്നാണ് പറഞ്ഞത്. ഒരു വിസ്മയം കണ്ണൂരിൽ പൊട്ടിയിട്ടുണ്ട്. ഏത് വിസ്മയമാണ്? CKP എന്ന വിസ്മയം. CKPയെ UDFിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നു എന്ന മട്ടിലുള്ള ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു. CKP എന്ന് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയാമോ? ഞാൻ അന്നും ഇന്നും കമ്മ്യൂണിസ്റ്റുകാരനാണ്. എന്നെ 2 മാസം മുമ്പ് സുധാകരൻ വന്ന് കണ്ടിട്ട്, കുറച്ച് നേതാക്കൾ കൂടി വന്ന് കണ്ടിട്ട് അന്നത്തെ പടം എടുത്ത് ഇന്നിപ്പോൾ പ്രചരിപ്പിക്കുകയാണ്. ഞാനിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് പോകുമെന്നുള്ളത്. ഈ പാർട്ടിയിൽ തന്നെയാണ് ഞാൻ ജീവിച്ചത്, ഈ പാർട്ടിയിൽ തന്നെയാണ് ഞാൻ തുടരാൻ തീരുമാനിച്ചിരിക്കുന്നത്. അസത്യപ്രചരണം നിർത്തിയില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് CK പത്മനാഭൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ CK പത്മനാഭനെ പ്രതിയുള്ള UDFിൻ്റെ വിസ്മയ മെഷീനും
അവിടെ പൂട്ടി. പിന്നെ കോട്ടയത്ത് നിന്നാണ് സുരേഷ് കുറുപ്പിനെ പ്രതിയായിരുന്നു മറ്റൊരു വിസ്മയ മെഷീൻ പ്രവർത്തിപ്പിച്ചിരുന്നതാണ് മനസ്സിലാക്കുന്നത്. അത് സുരേഷ് കുറുപ്പും അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ കൊട്ടാരക്കരയിലേക്ക് വരുമ്പോൾ ഐഷ പോറ്റിയുടെ കാര്യത്തിലാണ്. ഐഷ പോറ്റിയുടെ കാര്യത്തിൽ CPM-ന് ഒരാശങ്കയുമില്ല എന്നുള്ളതാണ്. കാരണം എന്തെന്ന് വെച്ചാൽ CPM കൊല്ലം ജില്ലയിൽ ഒരു നേതാവിന് കൊടുക്കാൻ പറ്റാവുന്ന പരമാവധി കൊടുത്ത നേതാവിൻ്റെ പേരാണ് ഐഷ പോറ്റി. 2000-ൽ CPM-ലേക്ക് എത്തി. 2006 വരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി. അവസാനത്തെ ടേമിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി. അതിനുശേഷം വീണ്ടും ജില്ലാ പഞ്ചായത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട് അതിനുശേഷം ജില്ലാ പഞ്ചായത്തിൽ അംഗവും പ്രസിഡന്റുമായിരിക്കവേ നിയമസഭയിലേക്ക് മത്സരിപ്പിച്ച് മുതിർന്ന നേതാവ് രാജഗോപാലിനെ പോലും പരിഗണിക്കാതെ ജില്ലാ കമ്മിറ്റിയിലേക്ക് പരിഗണിച്ച നേതാവാണ് ഐഷ പോറ്റി. 3 ടേം 15 വർഷം കൊല്ലം ജില്ലയിൽ CPM-ൽ കൊട്ടാരക്കരയിൽ MLA ആയിരുന്ന ആളാണ് ഐഷ പോറ്റി. ആ ഐഷ പോറ്റിയെ അന്ന് ശക്തൻ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ പ്രതിപക്ഷത്തേക്ക് മത്സരിപ്പിച്ചു ഈ ഐഷ പോറ്റിയെ. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 15 വർഷം MLA ആയും 6 വർഷത്തോളം ജില്ലാ പഞ്ചായത്തിലും അംഗവും പിന്നീട് പ്രസിഡന്റുമായിട്ടും പദവി കിട്ടിയ ഏത് CPM വനിതാ നേതാവുണ്ട്? ഏത് CPM വനിതാ നേതാവുണ്ട് കൊല്ലത്ത് ഈ ഐഷ പോറ്റി അല്ലാതെ? അപ്പോൾ ഐഷ പോറ്റിക്ക് എന്താ പ്രശ്നം? കാറ് വെച്ച് കൊടി വെച്ച കാർ അല്ലെങ്കിൽ ബീക്കൺ ലൈറ്റ് വെച്ചൊരു കാറ്, അധികാരത്തിൻ്റെ കാർ ഇല്ലാത്തതാണ് ഐഷ പോറ്റിക്ക് പ്രശ്നമെങ്കിൽ അങ്ങനെയുള്ള ഒരാൾ CPM-ൽ തുടരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. മാത്രമല്ല ഒരു കാര്യം കൂടി പ്രേക്ഷകർ അറിയണം. ജില്ലാ കമ്മിറ്റിയിലേക്ക് ഐഷ പോറ്റി എടുക്കുന്ന സമയത്ത് എതിർപ്പുണ്ടായിരുന്നു അവിടെ. മുതിർന്ന നേതാവ് എനിക്കൊന്ന് രാജഗോപാലാണെന്ന് തോന്നുന്നു. രാജഗോപാലിനെ പരിഗണിക്കുന്നതിന് പകരം ഐഷ പോറ്റിയെ പരിഗണിക്കുമ്പോൾ 21 ജില്ലാ സമ്മേളനങ്ങളിൽ ഒരിടത്തിൽ പോലും ജില്ലാ കമ്മിറ്റി മീറ്റിംഗിൽ സമ്മേളനമല്ല ജില്ലാ കമ്മിറ്റി മീറ്റിംഗുകളിൽ ഒരു കമ്മിറ്റി മീറ്റിംഗിൽ പങ്കെടുത്തിട്ടില്ല ഐഷ പോറ്റി, ജില്ലാ കമ്മിറ്റി അംഗമായിരിക്കെ. അപ്പോഴെല്ലാം പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? ഏറ്റവും ഒടുവിൽ ബാലഗോപാൽ ഈ നിയർ ഹോം പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിക്കുമ്പോൾ ഐഷ പോറ്റി പറയുന്നൊരു വാചകമുണ്ട്, ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്ന്. ഹെൽത്ത് ഇഷ്യൂ ഉള്ള ഐഷ പോറ്റിയാണ് ലോക് ഭവന് മുന്നിൽ പോയിട്ട് കോൺഗ്രസിലേക്ക് ചേരാൻ പോകുന്നത്. ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആകെ പ്രവർത്തിപ്പിച്ച വിസ്മയ മെഷീനിൽ കടന്നു വന്നിരിക്കുന്നത് 21 വർഷം പാർട്ടിയുടെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിയ, പാർട്ടി ഏറ്റവും നന്നായി കണക്കാക്കിയ ഐഷ പോറ്റിയെ പോലൊരു നേതാവിനെ മാത്രമേ അവരുടെ ഫോൾഡിൽ ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. ഇന്നിപ്പോൾ CPM-ന്റെ വക ഒരു ട്രോൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ പുറത്തിറങ്ങാൻ വയ്യാതിരിക്കുന്ന ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഉണ്ടെങ്കിൽ അവരോടൊന്ന് സുരക്ഷിതമായിട്ട് ഇരിക്കാൻ പറഞ്ഞോളൂ. ചില കോൺഗ്രസ് നേതാക്കൾ നിങ്ങളെ വന്ന് കണ്ടു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തെ വാർത്ത ഈ നേതാവ് കോൺഗ്രസിലേക്കായിരിക്കും UDF-ലേക്കായിരിക്കും എന്ന വാർത്ത വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ വിസ്മയ മെഷീൻ താൽക്കാലികമായി ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആദ്യത്തെ 3 ശ്രമങ്ങളും പരാജയപ്പെട്ടു പോയിരിക്കുന്നു. 1 ജോസ് കെ മാണി, 2 സുരേഷ് കുറുപ്പ്, 3-മത്തത് CKP. ആകെ വിജയിച്ചതാവട്ടെ ഐഷ പോറ്റി. ആ വിജയിച്ചതിന്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. Meet the editors.